മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വികസനത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതീകമായി മംഗൾയാൻ എന്ന സാറ്റലൈറ്റ് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയിരുന്നു. ആ ഉജ്ജ്വലമായൊരു നേട്ടം ജപ്പാൻ എന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വികസനത്തിൻ്റെ അവസാനത്തെ ബിന്ദുവിലെത്തിയിരിക്കുന്ന ജപ്പാന് സാധിച്ചില്ല, ചൈനയ്ക്കത് സാധിച്ചില്ല. ലോകത്തിലെ 3 ഏജൻസികൾക്ക് മാത്രമാണത് സാധിച്ചത്. ഇപ്പോൾ ഭാരതവും മംഗളകരമായ ഒരു പ്രവർത്തനത്തിലൂടെ മംഗളകരമായ ഒരു ലക്ഷ്യത്തിലേക്ക് മംഗളകരമായ ഒരു റോക്കറ്റ് വിക്ഷേപിച്ച് മംഗളകരമായ റിസൾട്ട് ഉണ്ടാക്കിയെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. നാസയിലെ ശാസ്ത്രജ്ഞന്മാര്, ISROയിലെ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിച്ചു. നമ്മുടെ ഭാരതത്തിലെ എല്ലാ ജനതയും ഒരുമിച്ച് ആ നന്മ നിറഞ്ഞ റിസൾട്ടിനെ വളരെയധികം ഉജ്ജ്വലമായി സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രിയെ ഈ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷണിക്കണമോ എന്ന് ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്കൊരു ഭയമുണ്ടായിരുന്നു. അത്രയും പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകളിലൂടെ പറഞ്ഞാൽ അദ്ദേഹം സാക്ഷ്യം വഹിക്കാൻ അവിടെ ഉണ്ടാവുക, അതൊരു പക്ഷേ പരാജയപ്പെടുക, ആ പരാജയത്തിൻ്റെ ദുഃഖം കാണാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉണ്ടാവുക, അത് വേദനാജനകമായ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രം പ്രധാനമന്ത്രി വരുന്നത് ഏറ്റവും സന്തോഷകരമാണെങ്കിലും ഇങ്ങനെ ഒരു ദുഃഖം സംഭവിച്ചാലോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു. അത്രയും. അതിന് പ്രധാനമന്ത്രി മറുപടി കൊടുത്തത് വളരെ രസകരമായിട്ടായിരുന്നു. നിങ്ങളുടെ ഏത് പരാജയത്തിൻ്റെയും കൂട്ടത്തിൽ ഞാനുണ്ടാവും, ഏത് വിജയത്തിൻ്റെ സന്തോഷവും പങ്കുവെച്ച് ആഹ്ലാദിക്കാനും ഞാനുണ്ടാവും. ഒരു ക്രിക്കറ്റ് ടീം, ഭാരതത്തിലെ ക്രിക്കറ്റ് ടീം വിജയിച്ച് ഭാരതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാരതത്തിലെ ജനത എല്ലാവരും ആഹ്ലാദിക്കുന്നതിൻ്റെ 1000 മടങ്ങ് ആഹ്ലാദത്തിന് വകയുള്ളതാണ് ISROയുടെ ഈ വിജയം. അത് ഭാരതീയരെല്ലാം ചേർന്ന് ആഘോഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിജയിച്ചു കഴിഞ്ഞാൽ അസൂയപ്പെടാനും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വിമർശിക്കാനും എല്ലാവരും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എന്നും ഓർമ്മിക്കണമെന്നും, വെള്ളത്തിൽ നീന്താൻ ഇറങ്ങാതെ വിജയിക്കാൻ സാധിക്കില്ല എന്നും, രാവും പകലും നിങ്ങൾ ചെയ്ത പൂർവിക ഋഷിവര്യന്മാരെ പോലെയുള്ള തപസ്യയാണ് ഈ വലിയ നേട്ടത്തിന് കാരണമായതെന്നും, തൻ്റെ മുമ്പിൽ കണ്ട യുവാക്കളെയും മധ്യവയസ്കരെയും പ്രായമായവരെയും നോക്കി പറഞ്ഞു, ഭാരതീയ ഋഷി പരമ്പരയുടെ അതേ ചുവട് പിടിച്ച് വളരെ വളരെ സീനിയറായിട്ടുള്ള വ്യക്തികൾ അവർക്ക് ലഭിച്ച അറിവുകൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം, മധ്യവയസ്കര് ചെറുപ്പക്കാർക്ക് കൊടുക്കണം. അങ്ങനെ ഋഷി പരമ്പരയിലെ ഗുരുപരമ്പര പോലെ അറിവുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറി ഈ തപസ്യ ലോകത്തിന് മുഴുവനും മാതൃകയാകത്തക്ക വിധത്തിൽ പ്രോജ്വലിപ്പിക്കണം. അതിന് ഭാരതം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അമേരിക്കയിലെ ഹോളിവുഡിൽ
ഒരു സിനിമയെടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന അത്രയും എമൗണ്ട് മാത്രമേ മംഗൾയാനിൽ നമ്മൾ ചെലവഴിച്ചുള്ളൂ എന്ന് പറയുകയും ലോകത്തിലെ മറ്റേത് രാജ്യങ്ങളും ചെലവഴിക്കുന്നതിൻ്റെ 10% മാത്രമേ നമ്മൾ ചെലവഴിച്ചുള്ളൂ എന്നും ശാസ്ത്രജ്ഞന്മാർ വിവരിച്ചപ്പോൾ അത് സ്വർണത്തിന് സുഗന്ധം കിട്ടിയ പോലെയുള്ള നേട്ടമായി മാറി. വളരെ വ്യക്തമായ ഭാഷയിൽ എല്ലാവരും പറയുകയുണ്ടായി, ആ റോക്കറ്റിനകത്തുള്ള ഏതാണ്ട് എല്ലാം തന്നെ ഭാരതത്തിലുണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഭാരതത്തിന് ഇപ്രകാരമുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളും ഇൻസ്ട്രുമെൻറ്റുകളും ഉണ്ടാക്കാൻ കഴിവുണ്ട്. അതുപയോഗിച്ച് വിജയകരമായി പ്രവർത്തിക്കാമെന്ന് തെളിയിക്കുകയുണ്ടായി. 50ഓളം ഇത്തരം ലോഞ്ചിങ്ങിൽ 21 മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നും ആ വിജയിച്ചത് പലപ്പോഴും 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെയോ പ്രാവശ്യമാണ്, ഭാരതത്തിന് 1ാമത്തെ പ്രാവശ്യം തന്നെ വിജയിക്കാൻ സാധിച്ചു എന്നും വൻകിട രാഷ്ട്രങ്ങൾ വലിയ വലിയ റോക്കറ്റ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കാര്യം ചെയ്യുമ്പോൾ അത്തരം ഒരു കോപ്പിയടി വേണ്ട എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ റോക്കറ്റുകൾ ചെറിയ ചെറിയ സംവിധാനങ്ങളിലൂടെ ഉപയോഗിച്ചിട്ടാണ് ഇത് വൻ വിജയമാക്കിയത് എന്നും പറഞ്ഞു. ശാസ്ത്രജ്ഞന്മാരുടെ മുഖത്ത് കണ്ട ആത്മവിശ്വാസവും സംതൃപ്തിയും ആഹ്ലാദത്തെക്കാളുപരി എല്ലാം തിമർത്ത് സന്തോഷിച്ചാടിപ്പാടുന്നതിന് പകരം വളരെ വളരെ പക്വത വന്ന, വളരെ വളരെ പക്വതയോടുകൂടിയ ഒരു പ്രതികരണമാണ് ശാസ്ത്രജ്ഞന്മാരിലെല്ലാം ഉണ്ടായത്. ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് കേരളത്തിലെ എല്ലാ ചാനലുകളും ഒരു വലിയ മഹായജ്ഞത്തിൽ കൂടെ ഉണ്ടായിരുന്നതായിട്ടും പ്രഗത്ഭരായ എല്ലാ തരത്തിലുള്ള വീക്ഷണങ്ങളുമുള്ള ശാസ്ത്രജ്ഞന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നേട്ടത്തിൻ്റെ എല്ലാ പോയിന്റുകളും വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. രാത്രി 11 മണിക്ക് വരെ എല്ലാ ചാനലുകളും, ജയ് ഹിന്ദ് ചാനൽ ഉൾപ്പെടെ, കൈരളി ചാനൽ ഉൾപ്പെടെ, കൈരളിയുടെ സബ്സിഡിയറി 7 ചാനലുകൾ ഉൾപ്പെടെ എല്ലാ ചാനലുകളും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള വ്യത്യസ്തമായിട്ടുള്ള കൊട്ടേഷനുകൾ നിരന്തരം കാണിച്ചുകൊണ്ടിരുന്നു. പ്രധാനമന്ത്രി തന്നെ അഹമ്മദാബാദിലുള്ള ISRO സെന്ററിൽ പോയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ മീഥെയിൽ ഡിറ്റക്ടർ ഉണ്ടാക്കുന്നതും ക്യാമറ ഉണ്ടാക്കുന്നതിനെയും കുറിച്ച് അഭിമാനത്തോടുകൂടി ഞാൻ അവരോട് സംസാരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിരുന്നു. എല്ലാ നേട്ടങ്ങൾക്കും പുറകിൽ വളരെയേറെ വലിയ ഹാർഡ് വർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഒരു ശാസ്ത്രജ്ഞൻ, ഇതിൽ പങ്കെടുക്കാത്തൊരു ശാസ്ത്രജ്ഞൻ, ഭാരതീയ ശാസ്ത്രമണ്ഡലത്തിലെ ശാസ്ത്രജ്ഞൻ വളരെ ഭംഗിയായിട്ട് ഡോക്ടർ CV രാമന്റെ കൊട്ടേഷൻ ഉദ്ധരിക്കുകയുണ്ടായി. 1 കിലോവാട്ട് ഉള്ള ഒരു ഉപകരണത്തിൽ അമേരിക്കക്കാര് 10 കിലോവാട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഭാരതീയർ 1 കിലോവാട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അമേരിക്കക്കാരുടെ നിലവാരത്തിലേക്ക് എത്താൻ ഭാരതത്തിലെ 1 കിലോവാട്ട് ഉപകരണത്തിൻ്റെ കൂട്ടത്തിൽ 9 കിലോവാട്ട് കഠിന പ്രയത്നം, ഹാർഡ് വർക്ക് കൂടി ചേർന്നാൽ 10 കിലോവാട്ട് ആകുമെന്ന് ഡോക്ടർ CV രാമൻ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് ഉദ്ധരിക്കുകയുണ്ടായി. ഓരോ ഇവാലുവേഷൻ നടത്തിയ ഓരോ ശാസ്ത്രജ്ഞനും ഒരാളും മറ്റൊരാളുടേത് കോട്ട് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, സ്വതന്ത്രമായിട്ട് വളരെ ഗഹനമായ, അതിഗംഭീരമായ, അത്യുജ്വലമായ സന്ദേശങ്ങളാണ് ചാനലുകളിലൂടെ ജനങ്ങളിൽ എത്തിച്ചത്. ചാനലുകളും മത്സരബുദ്ധിയില്ലാതെ അഭിമാനത്തോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒരു ഓണം ആഘോഷിക്കുന്ന ആ ഉത്സവ ലഹരിയോടുകൂടി എന്നാൽ ശാന്തമായിട്ട് ഈ നേട്ടങ്ങൾ പല ശാസ്ത്രജ്ഞന്മാരിലൂടെയും ശാസ്ത്രം വിശകലനം ചെയ്യുന്നവരിലൂടെയും ലോകത്തിൻ്റെ മുമ്പിൽ അറിയിക്കുകയുണ്ടായി. വളരെ വ്യക്തമായിട്ട് വികസ്വര രാഷ്ട്രമായ ഭാരതം ഇപ്രകാരം ഒരു പരീക്ഷണം നടത്തുന്നതിൻ്റെ
വ്യർത്ഥത എന്ന രീതിയിൽ ചെലവ് കൂടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഉത്തരങ്ങളാണ് എല്ലാവരും കൊടുത്തത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ കയ്യിൽ പ്രത്യേകിച്ച് പേപ്പറുകളൊന്നുമില്ലാത്ത ആ പ്രഭാഷണം കേട്ടവർക്കെല്ലാം അത് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന രീതിയിൽ ചാനലുകൾ അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു രാത്രി വരെ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നാസയുടെ അഭിനന്ദനവും മറ്റ് രാജ്യങ്ങളുടെ അഭിനന്ദനവും മറ്റ് ജനങ്ങളുടെ അഭിനന്ദനവും നേതാക്കന്മാരുടെ അഭിനന്ദനവും എല്ലാം ഈ ശാസ്ത്രജ്ഞന്മാരുടെ മുഖത്ത് അത്യാഹ്ലാദമല്ല ഉണ്ടാക്കിയത്. മറിച്ച് ഇനിയും ഇനിയും വെല്ലുവിളികൾ ഏറ്റെടുക്കണം എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം, ഓരോ വിജയവും പുതിയ വെല്ലുവിളികളും പുതിയ ഉത്തരവാദിത്വങ്ങളും നമുക്ക് തരുന്നു എന്നുള്ളതും എന്നും ഭാരത ജനത നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും 125 കോടി ജനതയുടെ ജ്വലനമാണ്, ആഹ്ലാദത്തിൻ്റെ ആ അച്ചീവ്മെൻ്റാണ് ഉണ്ടായതെന്നും ഓരോ ഭാരതീയനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മുടെ നാടിൻ്റെ നിതാന്തമായ പുരോഗതിക്ക് അവശ്യം ഉപയോഗിക്കണമെന്നും ഓരോ ശാസ്ത്രജ്ഞനെയും ആത്മാഭിമാനത്തോടുകൂടി ഇതുപോലെയുള്ള പ്രവർത്തനത്തിലേക്ക് വരാനായിട്ട് അവനെ ആകർഷിക്കണമെന്നും അങ്ങനെ ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയും മനുഷ്യവിഭവശേഷിയും ലോകത്തിൻ്റെ മുമ്പിൽ ആത്മാഭിമാനത്തോടുകൂടി പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിച്ച ISRO ശാസ്ത്രജ്ഞന്മാരുടെ നേതാവായ ഡോക്ടർ രാധാകൃഷ്ണനെ എനിക്ക് അഭിമാനം തോന്നുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് ISRO ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ സാറാണ്. ആ സ്കൂളിന് തറക്കല്ലിട്ടതാവട്ടെ ഡോക്ടർ MT വാസുദേവൻ നായരുമാണ്. വളരെ സന്തോഷം തോന്നിയ രണ്ട് പ്രോജ്വലരായ വ്യക്തികൾ ആ ഡോക്ടർ രാധാകൃഷ്ണൻ സാറിനെ ശരിക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത്. ഒരു പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ടാണ് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തതും അഭിനന്ദിച്ചതും. എല്ലാവരും കൈനീട്ടി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നിന്നപ്പോഴും താനൊരു പ്രധാനമന്ത്രിയാണ് എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ നേട്ടം ആസ്വദിക്കുന്ന ഒരു ഭാരത പൗരനാണ് എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചത്. ഓരോ വാക്കും ഓരോ വരിയും ഏറ്റവും സ്യൂട്ടബിളായിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കുകൾ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് പൂർണ്ണമായും കണ്ടപ്പോൾ വളരെയേറെ ആത്മാഭിമാനം തോന്നി. മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ ആ അവതരിച്ചതിന് കുറെ കൂടി മാറ്റുകൂട്ടുന്ന ഒരു നേട്ടമാണ് ഭാരതത്തിലുണ്ടായത്. ചാന്തോക്യോപനിഷത്തില് ഒരു വലിയ സന്ദേശമുണ്ട്, വലിയ സന്ദേശമാണത്. നഖഗൃന്ഥനേയന സർവം കാഷ്ണായ സംവിജ്ഞാതം കാഷ്ണായ സമിത്യേവ സത്യം. നഖഗൃന്ഥനേന സർവം കാഷ്ണായ സംവിജ്ഞാതം കാഷ്ണായ സമിത്യേവ സത്യം. ഇതൊരു ഫിലോസഫിക്കൽ വരിയല്ല, സയന്റിഫിക്കുമാണ്, ഫിലോസഫിക്കലുമാണ്. നഖഗൃന്ഥനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ കട്ടർ എന്നൊരു സാധനം എവിടെ നിന്നെങ്കിലും ലഭിച്ചാൽ ആ നെയിൽ കട്ടർ എന്ന സാധനത്തെ ആധാരമാക്കി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. എന്താ ചിന്തിക്കാൻ സാധിക്കാം? ഒന്ന്, ജനങ്ങൾ നെയിൽ കട്ടർ ഉപയോഗിച്ചിരുന്നു. രണ്ട്, നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള ഇൻഡസ്ട്രി പ്രവർത്തിച്ചിരുന്നു. മൂന്ന്, നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടായിരുന്നു.
4 നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള മെറ്റൽ പ്രോസസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. 5 ആ മെറ്റൽ പ്യൂരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. 6 ആ മെറ്റലിന്റെ ഓൾസ് ധാതുക്കൾ ഏതാണെന്ന് അറിയാമായിരുന്നു. 8 ധാതുക്കളിൽ നിന്ന് മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമായിരുന്നു. 9 ആ ധാതുക്കളെ കാർഷ്ണായസ് എന്ന് വെച്ചാൽ ഇരുമ്പ് ആ നെയിൽ കട്ടർ ഉണ്ടാക്കാനുള്ള ഇരുമ്പ് ഓൾസിൽ നിന്നും മിനറൽസിൽ നിന്നും ക്രൂഡ് ഇരുമ്പാക്കി മാറ്റാൻ പാകത്തിന് 1000-ൽ അധികം ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കാനുള്ള ഹീറ്റിംഗ് പ്രോസസ് അറിയാമായിരുന്നു. ചാന്തോക്യോപനിഷത്ത് എഴുതിയ കാലത്ത് പെട്രോൾ ഇല്ലായിരുന്നു, ഡീസൽ ഇല്ലായിരുന്നു, കൽക്കരി ഇല്ലായിരുന്നു, ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. ഈ 4ഉം ഇല്ലാതെ 600 ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിൽ ടെമ്പറേച്ചർ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിളാണ്. പക്ഷെ 1000-ലധികം ഡിഗ്രി സെന്റിഗ്രേഡിൽ ഉരുക്കിയാലേ ഇരുമ്പ് കിട്ടുള്ളൂ. അപ്പൊ അത്രയും ഉയർന്ന ലെവലിൽ ചൂടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ആ ഓൾസ് പ്യൂരിഫൈ ചെയ്യാനും അയൺ പ്യൂരിഫൈ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾസ് പ്യൂരിഫൈ ചെയ്യാനും അത് മണ്ണിന്റെ അടിയിൽ നിന്ന് എടുക്കാനും ആ ഓൾസിന്റെ ഗുണനിലവാരം വിലയിരുത്താനും കഴിവുള്ളവരുണ്ടായിരുന്നു. അപ്പോ ചുരുക്കത്തില് ഈ നെയിൽ കട്ടർ എന്നുള്ള ഇരുമ്പ് കൊണ്ടുള്ള സാധനം നമുക്ക് കിട്ടിയാൽ അത് ഉണ്ടാക്കാൻ ആവശ്യമായ സർവ യൂണിറ്റ് ഓപ്പറേഷന്റെയും നോളജ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഭാരതീയർക്ക് ചൊവ്വയിലേക്ക് എത്താനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റെല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട് എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ സാധിച്ചു. നമ്മൾ സാധാരണ പറയാറില്ലേ MBBS MD ആണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ, MBBS MD ആണ് ഇന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളോട് നമ്മൾ ചോദിക്കാറില്ലല്ലോ താൻ BSc പഠിച്ചോ, പ്രീ ഡിഗ്രി പഠിച്ചോ, 10ാം ക്ലാസ് പഠിച്ചോ എന്ന് ചോദിക്കാറില്ല. കാരണം അതെല്ലാം പഠിച്ചാലേ MBBS MD എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ചൊവ്വയിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് ഇനി വലിയ ഗ്യാപ്പുകളൊന്നും ഇല്ല, നമുക്ക് എത്താൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് ഭാരതത്തെ എത്തിച്ചു. അതിലെല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരേപോലെ ജനതയെപ്പോലെ ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിച്ചു. എല്ലാ സ്കൂളുകളിലും 5 മിനിറ്റ് മംഗൾയാനെ കുറിച്ച് വിവരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അത് നടന്നു. പത്രമാധ്യമങ്ങളിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറത്തുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇന്നത്തെ പത്രം ഞാൻ വായിച്ചില്ല. കാരണം ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന രാവിലെ 5:15 മണിക്കാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന 5:15-നാണ്. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ല. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദേശവും അദ്ദേഹം ജപ്പാനിൽ നിന്ന് വന്നപ്പോൾ ആ ജപ്പാൻകാർക്ക് ഭാരതം എന്ന രാഷ്ട്രത്തെക്കുറിച്ചുണ്ടായിരുന്ന ഇംപ്രഷനേക്കാൾ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കാനും ഇനി അടുത്ത ദിവസം മുതൽക്ക് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഒരു വീരോജ്വലമായ കർമ്മത്തിന് പോകുമ്പോൾ മംഗളയാനം കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോകുന്നത് എന്ന ആത്മവിശ്വാസവും ഇന്ത്യയുടെ കേപ്പബിലിറ്റി പ്രൂവ് ചെയ്യാനുള്ള എല്ലാ തെളിവും കാണിച്ചു കൊടുത്തിട്ടാണ് വിജയശ്രീ ലാളിതനായിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. ആ യാത്രയിൽ ഒരു പൊന്തൂവല് കൂടിയാണ് ഈ അച്ചീവ്മെന്റ് എന്നുകൂടി അവരെയും ഭാരതീയരെയും അറിയിക്കാൻ സാധിക്കും. ഏതായാലും 1 മണിക്കൂറോ 2 മണിക്കൂറോ പറഞ്ഞാലും തീരാത്ത ഈ വലിയ നേട്ടത്തിൽ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഒക്ടോബർ മാസം 19-ാം തീയതി മംഗൾയാനിലെ സാറ്റലൈറ്റിന്റെ അടുത്തുകൂടെ ഒരു ധൂമകേതു, ഒരു കോമറ്റ് പോകുന്നുണ്ട്. ആ കോമറ്റിലെ വാല്, പൊടിപടലങ്ങൾ എന്ന് പറയുന്ന കല്ലിന്റെ കഷ്ണങ്ങൾ, അതൊരു സെക്കൻഡിൽ 150 കിലോമീറ്റർ വേഗത്തിലാണ് പോകുന്നത്.
ആ ധൂമകേതുവിൻ്റെ പൊടിപടലങ്ങളാകുന്ന ചെറിയ ചെറിയ കല്ലുകൾ നമ്മളുടെ മംഗൾയാൻ സാറ്റലൈറ്റിൽ ഒക്ടോബർ 19 ഇടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അമേരിക്ക അവരുടെ സാറ്റലൈറ്റിന് പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള പ്രിക്കോഷണറി മെഷർ എടുക്കുന്നത് പോലെ ഇന്ത്യയ്ക്കും ഇന്ത്യയുടെ മംഗൾയാൻ സാറ്റലൈറ്റിനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ISROയിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഭാരത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്ന് പ്രധാനമന്ത്രി ഭാരതമാതാവും ഋഷി പരമ്പരയും 7 പ്രാവശ്യം ആവർത്തിക്കേണ്ടായി. ഭാരതമാതാവ് എന്നുള്ളത് 7 പ്രാവശ്യം ആവർത്തിക്കേണ്ടായി. ആ ഒരു ഭാരതമാതാവിൻ്റെ അനുഗ്രഹവും ഋഷി പരമ്പരയുടെ അനുഗ്രഹവും നമ്മുടെ പൈതൃക വിജ്ഞാനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് പലതും ഇപ്പോൾ ഇതിലൂടെ തെളിയിക്കാൻ സാധിക്കുന്നു എന്നും അദ്ദേഹം പറയേണ്ടായി. അപ്പോൾ പുറകിൽ നിന്ന് ആവേശമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് ആഹ്വാനം ചെയ്ത പോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അനുഗ്രഹാശിസുകൾ ഓരോ ശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജും യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരും ലോകമെമ്പാടുമുള്ള ഭാരതീയരും ഈ നേട്ടം അനുഗ്രഹാശിസുകളുടെ ആശീർവാദത്തോടുകൂടി അഭിനന്ദനത്തോടുകൂടി ISROയിലെ ശാസ്ത്രജ്ഞന്മാരുടെ ശിരസ്സുകളിൽ അർപ്പിക്കാനിടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.